ഹായ് ഗെയ്സ്, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ അയാം കലാം കെ ബഹാനെ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ പോയിൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സുകളാണ്. അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ നോട്ട്സുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്ലാസ്സുകളിൽ എവിടെയെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നോട്ട്സിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ നോട്ട്സിലേക്ക് പോവാം. അയാം കലാം കെ ബഹാനെ എന്നുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ ഇവിടെ ലേഖകൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് മിഹിറാണ്. കിസ് വിധാക്കി രചന എന്ന് പറയുമ്പോൾ ഫിൽമി ലേഖാണ് വരുന്നത്. ഓക്കെ, അതിൽ നമ്മളൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, മിഹിർ കി വിശേഷതായും ലിഖി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരാം. അപ്പോൾ ഇവിടെ മിഹിറിൻ്റെ വിശേഷതകൾ ചോദിക്കുന്നുണ്ട്. ഉസ്ക സാത്തി ഹെ മോർപാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാത്തിയാണ്, കൂട്ടുകാരനാണ് മോർപാൽ എന്ന് പറയുന്നത്. മോർപാൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി സ്കൂൾ ജാനമേ റോയ കർത്ത. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലേ കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. രാജ്മ ചാവൽ എത്തിയത്, രാജ്മയും ചാവലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ ജാനമേയും നയേ നയേ ബഹാനെ റോസ് ബനായ കർത്ത. അപ്പോൾ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുപാട് എക്സ്ക്യൂസസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മിഹിർ. തേസ് ബാരിഷ് കെ ദിനോമയും, ശക്തമായിട്ടുള്ള മഴകളിൽ. സ്കൂൾ ചുട്ടി ഹോ ജാനെ പർ, സ്കൂൾ അവധിയായതിനു ശേഷം, അവധിയാവുന്ന സമയത്ത് ഗർമേം നാച്ച കർത്ത, വീട്ടിൽ നൃത്തം ചെയ്യുമായിരുന്നു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അത്രയും ഹാപ്പി ആയിരുന്നു എന്നർത്ഥം. ഓക്കെ, അടുത്തത് കീമത്തി കപ്പടെ ഗരിത്താത, അതായത് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്ത പോയിൻ്റ് അമീർ ആത്മീഹെ, അദ്ദേഹം ഒരു പണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. അടുത്ത പോയിൻ്റ് നമുക്ക് നോക്കാം. സ്കൂൾ യൂണിഫോം കോ ഹമേഷ ചിടാ കർത്ത, സ്കൂൾ യൂണിഫോമിനെ എല്ലായ്പ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വെറുത്തിട്ടുണ്ടായിരുന്നു. ഓർ പഹന്നേമയും ഹമേഷ ടാല കർത്ത, അത് ധരിക്കുന്ന സമയത്ത് അത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ മിഹിറിൻ്റെ വിശേഷതകൾ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് മിഹിർ കി വിശേഷതായും ലിഖിയെ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നും ചോദിക്കാം. അങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഇതിന് വരിക. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ക്വസ്റ്റ്യൻ്റെയും ഈ ഒരൊറ്റ ആൻസർ നമ്മൾ എഴുതി വെച്ചാൽ മതിയാവും. അപ്പോൾ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ശരിയായത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. മിഹിറിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യന് ഒരു ആൻസർ നമുക്ക് ഇവിടെ തന്നെ കിട്ടി. അടുത്തത് മോർപാൽ കി വിശേഷതായും, മോർപാലിൻ്റെ സവിശേഷതകളാണ് ചോദിക്കുന്നത്. ഉസ്ക സാത്തി ഹെ മിഹിർ, മിഹിറാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്. സ്കൂൾ ജാനെ കെ ലിയെ പസന്ത് കർത്തി, സ്കൂളിലേക്ക് പോകാൻ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. ഗർസെ ചാച്ച് ലേത്തി, വീട്ടിൽ നിന്നും എന്തെടുത്തിട്ടുണ്ടായിരുന്നു, ചാച്ച്. ചാച്ച് മീൻസ് നമുക്കറിയാം തൈരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, തൈര് മോരൊക്കെ പറയുന്നുണ്ട് ചാച്ചിന്. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ സെ ബഹുത്ത് ദൂർ എത്താത, സ്കൂളിൽ നിന്നും ഒരുപാട് ദൂരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഷാദിമേം സ്കൂൾക്ക് യൂണിഫോം പെഹൻകർ ആത്താത, ഷാദി കല്യാണത്തിൽ പോലും സ്കൂൾ യൂണിഫോം പെഹൻകർ ധരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ദരിദ്രനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു അവിടെ. ഓക്കെ, ദെൻ ഉസ്കോ കപ്പടെ കംസേ മിൽത്തിതി, അവന് വസ്ത്രങ്ങൾ കുറഞ്ഞത് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ ആ രണ്ട് ലൈൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വായക്ക് ഗരീബ് ആദ്മി ഹെ അല്ലേ, ഒരു ദരിദ്രനായിട്ടുള്ള കുട്ടിയാണ്. ഉസ്കെ ഹാത്മേം സ്കൂൾ യൂണിഫോം കി, അദ്ദേഹത്തിൻ്റെ കൈകളിൽ സ്കൂൾ യൂണിഫോമിൻ്റെ ഏകമാത്ര കമീസ് പാൻറ്റ്, ഒരേ ഒരു ഷർട്ടും പാൻറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നയാ ജോഡ നീലി കാക്കി യൂണിഫോം, പുതിയ ജോഡി നീലയും കാക്കിയും യൂണിഫോം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റിൻ്റെ കൂടെ ഒരു പോയിൻ്റ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഛുട്ടിക്ക ദിൻ ഉസ്കെ ലിയെ ഹഫ്തേ കാ സബ്സെ ബുരാ ദിൻ മാൻതി തി, അതായത് അവധി ദിവസം അദ്ദേഹത്തിൻ്റെ ആഴ്ചയിലെ ഏറ്റവും മോശമായ ദിവസമായിട്ടാണ് കരുതിയിട്ടുണ്ടായിരുന്നതെന്നും പറയുന്നു. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അംഗ്രേസി അധ്യാപക് കാ നാം. അപ്പോൾ അംഗ്രേസി, അവിടെ ഒരു അധ്യാപകൻ്റെ പേര് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് അധ്യാപകൻ്റെ പേര് തിവാരിജി എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പഠിച്ചൊരു അധ്യാപകനുണ്ടായിരുന്നു, അത് ഗണിത് മാട്ട് സാബാണ്. ഇവിടെ അംഗ്രേസി അധ്യാപകമാണ് കേട്ടോ, വ്യത്യാസമുണ്ട്. ദോനോം കി ദോസ്തി ഖാനേക്കോ ഡിബേക്കോ അദലാ ബദൽക്കർ ബഡ് ജാത്തി, രണ്ടുപേരുടെയും സൗഹൃദം എങ്ങനെയായിരുന്നു, ഭക്ഷണത്തിൻ്റെ ആ ഒരു ബോക്സുകൾ, ടിഫിൻ ബോക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അദലാ ബദൽക്കർ എക്സ്ചേഞ്ച് ചെയ്തതിലൂടെ ബഡ് ജാതി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രയും ബോണ്ടിങ് ആയത് ആ ഒരു ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തതിലൂടെ മാത്രമാണ്. രാജ്മ ചാവൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മിഹിറാണ്. ചാച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോർപാലാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മോർപാൽ കോ ഹഫ്തേ കാ സബ്സെ ബുറാ ദിൻ ഹുവാ കർത്ത,
മോർപാലിന് ആഴ്ചയിലെ ഏറ്റവും മോശമായിട്ടുള്ള ദിവസമായിരുന്നു ജബ് ചുട്ടി കാ ദിൻ. എപ്പോഴാണോ അവധി ദിവസമാകുന്നത് ആ ദിവസങ്ങളിലെല്ലാം മോർപാലിന് ആ ഒരു വീക്കിലെ ഏറ്റവും മോശമായിട്ടുള്ള ദിവസമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തുകൊണ്ടെന്നാൽ അവിടെ കൊടുത്തിട്ടുണ്ട് ക്യോം കി ഗർ കി കമർത്തോട് മെഹനത്, വീട്ടിലെ എല്ലുമുറിയെ പണിയെടുക്കുന്നതിന് ശേഷം, ഓർ ഗേത്ത് മസൂരി കെ ബാദ്, വയലിൽ ജോലി ചെയ്തതിനും ശേഷവും, ആനെ വാലി ഏകമാത്ര സമയം, വരുന്ന ഒരേ ഒരു സമയം, വഹ് ബച്ച ബൻ രഹ്തി, ആ ഒരു സമയം മാത്രമാണ് അവൻ കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ വീട്ടിലെ ജോലിയും വയലിലെ ജോലിയും എല്ലാം കഴിയുമ്പോൾ അവൻ ഒരുപാട് ടയേർഡായിട്ടുണ്ടാവും. അപ്പോൾ സ്കൂളുള്ള സമയത്ത് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഈ വർക്കെല്ലാം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അവന് ആഴ്ചയിലെ തന്നെ ഹഫ്തേക്ക സബ്സെ ബുരാദിൻ ഹുവാ കർത്ത, ഏറ്റവും മോശമായിട്ടുള്ള ദിവസമായിട്ട് അവന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് കലാം ക വിശേഷതായി. അപ്പോൾ കലാമിൻ്റെ ആ ഒരു വിശേഷതകളാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മേ ബി എക്സാമിന് ചോദിക്കാം. കലാമിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. കലാം ക അസൽ നാം ചോട്ടു ഹെ. കലാം ക അസൽ നാം ചോട്ടു, കലാമിൻ്റെ യഥാർത്ഥ പേര് ചോട്ടു എന്നതാണ്. ഉസേ അംഗ്രേസി ഓർ ഹിന്ദി ടീക് സെ നഹി ആത്തി തി, ഇംഗ്ലീഷും ഹിന്ദിയും അത്രയൊന്നും അറിയുമായിരുന്നില്ല. ചോട്ടു സിർഫ് അപ്ന നാം കലാം കി തര രഖ് ലേത്ത, ചോട്ടു തൻ്റെ പേര് കലാമിൻ്റെ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. കലാം എന്ന രീതിയിൽ അവൻ സ്വയം പറയാൻ തുടങ്ങി. അങ്ങനെയാണ് അവൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ക്യോം കി ഇസ് നാമേം, എന്തുകൊണ്ടെന്നാൽ ഈ പേരിൽ ഉസ്കി ആകാംക്ഷാവും ക അക്സ് ഹെ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രതീക്ഷകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പേര് കലാം, ചോട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കലാം എന്ന് പേര് വയ്ക്കുമ്പോൾ അവന് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഉയരത്തിലേക്ക് എത്താനുള്ള പ്രതീക്ഷകളാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഉസ്കി ഹാത്മേം ബനായി ചായമേം, അവൻ്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചായയിൽ एक ജാദു ഹെ, ഒരു മാന്ത്രികമുണ്ട്. ക്യോം കി ഉസേ സബ്കോ പസന്ത് കർത്തി തി, എന്തുകൊണ്ടെന്നാൽ ആ ഒരു ചായ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. അടുത്തതിൽ വഹ് സീഖ്നെ മേം തേസ് ഹെ, അവൻ പഠിക്കാൻ വളരെ തേസ് മീൻസ് തീക്ഷ്ണമാവുക, ശക്തമാവുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. ഉസ്കെ ബോളീസെ, അവൻ്റെ ആ ഒരു സംസാരത്തിൽ ലൂസി മാഡം കി ദിൽ ജീത്തിലെത്തിയത്, ലൂസി മാഡത്തിൻ്റെ മനസ്സ് കീഴടക്കിയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഓരോ സംസാരവും. കാരണം അത്രയും ചെറിയ കുട്ടിയാണ്, നല്ല ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൂസി മാഡത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. വഹ് ഗരീബ് ആത്മീ ഹെ, അവിടെ ഒരു ദരിദ്രനായിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു മോർപാൽ എന്ന് പറഞ്ഞ വ്യക്തിയും ഗരീബ് ആത്മിയാണ്. അതുപോലെ തന്നെ മിഹിർ എന്ന് പറഞ്ഞ വ്യക്തി അമീർ ആത്മിയാണ്. ഓക്കെ, ഇവിടെ കലാം ഗരീബ് ആത്മിയാണ്. അതുപോലെ തന്നെ റൺവിജയ് അമീർ ആത്മിയാണ്. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൽ 2 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മിഹിർ മോർപാലിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിൽ നീൽമാധവ് പാണ്ഡെ എഴുതിയിട്ടുള്ള അയാം കലാം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ആ 2 കാര്യങ്ങളും 2 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മിഹിർ എങ്ങനെയാണ് അമീർ ആത്മിയാണ്, അതുപോലെ തന്നെ മോർപാൽ ഗരീബ് ആത്മിയാണ്. ഇനി സിനിമയിലാണെങ്കിൽ കലാം ദരിദ്രനായിട്ടുള്ള വ്യക്തി, ഗരീബ് ആത്മിയാണ്, റൺവിജയ് അമീർ ആത്മിയാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ചെറിയ ഡിഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത നോട്ട്സിൽ പറയാം. ഓക്കെ, ഇനി കുറച്ചുകൂടെ അതിൽ പറയാനുണ്ട്. അടുത്തത് റൺവിജയ്ക്ക് വിശേഷത എന്ന് പറയുന്നുണ്ട്. റൺവിജയ്ക്ക് വിശേഷത എന്ന് പറയുമ്പോൾ കലാം കെ ദോസ്ത് ഹെ റൺവിജയ്, കലാമിൻ്റെ സുഹൃത്താണ് റൺവിജയ്. വഹക്ക് അമീർ ആത്മി ഹെ, ഒരു അമീർ ആത്മിയാണ്. അമീർ മീൻസ് പണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. ഉസ്കോ ഹിന്ദി അച്ചി നഹി ലഗ്തി, ഹിന്ദി അത്ര അറിയുമായിരുന്നില്ല. ഡാണിക്ക് റാണാക്ക ബേട്ട, ഡാണി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലെ റാണയുടെ ബേട്ട മകനാണ് ആര്, ഈ പറഞ്ഞിട്ടുള്ള റൺവിജയ്. ഉസൈ കീമത്തി കപ്പടോ മിൽത്തി ദി, അവനൊരുപാട് കീമത്തി വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ മനസ്സിലാക്കാം അവൻ പണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് എന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. നീൽമാധവ് പാണ്ഡ എന്ന് പറയുന്നത് നമുക്കറിയാം ഫിലിം നിർദ്ദേശകമാണ്. അപ്പോൾ ആ ഒരു ഫിലിമിൻ്റെ ഡയറക്ടറാണ് നീൽമാധവ് പാണ്ഡ. ഓക്കെ, ഫിലിം അയാം കലാം. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫിലിം കാ നായക് ചോട്ടു, അപ്പോൾ ആ സിനിമയുടെ നായകനാണ് ചോട്ടു അല്ലെങ്കിൽ കലാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പക്ഷേ ചോദിക്കാം, ഒരു പാസേജ് കൊടുത്തുണ്ട് ആ ഒരു സമീക്ഷാ ലേഖകം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫിലിം കാ നായക് കോൻഹെ എന്ന് ചോദിക്കാം, നീൽമാധവ് പാണ്ഡ കോൻഹെ എന്ന് ചോദിക്കാം. ഫിലിം നിർദ്ദേശകമാണ് അല്ലെങ്കിൽ ഫിലിം നിർദ്ദേശക്
അയാം കലാം സിനിമ കി അല്ലെങ്കിൽ ഫിലിം കി നിർദ്ദേശക് കോൻ ഹെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നീൽമാധവ് പാണ്ഡെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ബോക്സിൽ നിന്ന് വരാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. സമീക്ഷാ ലേഖകൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ആ ഒരു ലേഖനം എഴുതിയ ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മിഹിറാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അടുത്തത് യഹാം ദോനോം കി ദോസ്തിയേക്ക് സംവാദ് സേ ബഡ് ജാത്തി ഹെ. ഇവിടെ രണ്ടുപേരുടെയും സൗഹൃദം എങ്ങനെയാണ്? ഒരു സംവാദത്തിലാണ്. ഒരു സംവാദ് മീൻസ് എന്താ? കോൺവെർസേഷൻ ആണ്. ഓക്കെ, സംവാദ് സേ ബഡ് ജാത്തി ഹെ, ഒരു കോൺവെർസേഷനിലൂടെയാണ് ഇവിടെ ആ ഒരു സൗഹൃദം ഡെവലപ്പ് ആവുന്നത്. ഇൻ സംവാദോം സേ, ഈ ഒരു കോൺവെർസേഷനുകളിൽ കലാം ഓർ റൺവിജയ് കെ ബീച്ച്, കലാമിൻ്റെയും റൺവിജയിൻ്റെയും ഇടയിൽ ഗുഡ് സവാരി സീക്ന, കുതിര സവാരി നടത്താനും, ഓർ പേട് പർ ചഡ്ന, മരത്തിൽ കയറാനും, സിഖാന, അതിന് മരത്തിൽ കയറുന്നത് പഠിക്കാനും, ഉസ്കെ ലേൻ ദേൻ ഹോക്കർ ദോസ്തി ബഡ് ജാത്തി, അതിൻ്റെ ആ ഒരു ലേൻ ദേൻ ഹോക്കർ, കൊടുക്കൽ വാങ്ങലിലൂടെ, എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ അവരുടെ സൗഹൃദം ഡെവലപ്പ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് ഈ ഒരു റൺവിജയിൻ്റെയും കലാമിൻ്റെയും ആ ഒരു സൗഹൃദം ഡെവലപ്പ് ആയത് എങ്ങനെയാണ്? ഗുഡ് സവാരി, ഒരു കോമ്പൻസേഷൻ പറയുകയാണ് അവിടെ അല്ലേ. ഗുഡ് സവാരി സീക്കിന, അതുപോലെ തന്നെ പേഡ് പർ ചടന, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതിന് ശേഷമാണ് ഈ റൺവിജയും അതുപോലെ തന്നെ നമ്മളെ കലാമും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആവുന്നത്. അതേസമയം നേരെ തിരിച്ച്, അതായത് നമ്മൾ മിഹിറിൻ്റെയും മോർപാലിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആവുന്നത് എങ്ങനെയാണ്? അവർ ഇൻ്റർവെൽ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്? ടിഫിൻ ബോക്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു ബേസിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് അല്ലേ. 10-15 കിലോമീറ്ററോളം ദൂരത്തു നിന്ന് വേറൊരു ഗ്രാമത്തിൽ നിന്നും തിരിച്ച് എവിടേക്ക് എത്തുന്നുണ്ട്? സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു നമ്മളെ മോർപാൽ സ്കൂളിൽ വന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള സൗഹൃദം ഒരു ഏത് വഴിയാണ്? ടിഫിൻ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെയും ഇവിടെ കോൺവെർസേഷനിലൂടെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, റൺവിജയ് ഓർ കലാം കി ദോസ്തി कैसे बढ़ जाती थी, എങ്ങനെയാണ് രണ്ടുപേരുടെയും സൗഹൃദം ഡെവലപ്പായത്? അപ്പോൾ നമുക്കിവിടെ എഴുതി വയ്ക്കാം, ഗുഡ് സവാരി സീക്കിന പേട് പർ ചടന, ഗുഡ് സവാരി സീക്കിന പേട് പർ ചടന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് ഫിലിം മേം കലാം ദില്ലി മേം പഹുഞ്ചതാ ഹെ. ഫിലിമിൽ കലാം എവിടെ എത്തിച്ചേരുന്നുണ്ട്? ദില്ലിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഉസേ അപ്പിനെ പസന്ത് കി സ്കൂൾ ജാനേക്കാ മൗക്ക മിൽത്താ ഹെ. തൻ്റെ ഇഷ്ടപ്പെട്ട സ്കൂള് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്, നമ്മളെ കലാമിന്. അവിടെ പഠിക്കാനുള്ള സൗകര്യവും കിട്ടുന്നുണ്ട്. സ്കൂൾ ജാനേക്കാ മൗക്ക മീൻസ് അവസരമാണ് പറയുന്നത്. അപ്പോൾ അത്രയും അവസരം അവന് കിട്ടുന്നുണ്ട്. ലേക്കിൻ മോർപാലിൻ്റെ കാര്യം പറയുന്നു. മോർപാൽ കാ സ്കൂൾ 8വീം കെ ബാദ് ഛൂട്ട് ജാത്താ ഹെ. അപ്പോൾ മോർപാലിൻ്റെ സ്കൂള് 8ാം ക്ലാസ്സിന് ശേഷമാണ് അവസാനിച്ചിട്ടുള്ളത്. ഓർ അപ്പിനി പിതാക്കി തരെ, തൻ്റെ പിതാവിനെ പോലെ ഖേത്ത് മസൂരി കർണ ലഗ്ത, വയലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ ബ്രാഹ്മിൻ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നൊക്കെ പറഞ്ഞ കുറേ കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും എന്താണോ ജോലി, ആ ജോലി തന്നെ ചെയ്താൽ മതി എന്നൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഓക്കെ, ആ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അച്ഛൻ്റെ കൂടെ മകനും പണിക്ക് ഇറങ്ങുന്നത്. 8ാം ക്ലാസ്സിന് ശേഷം അത്രയും പഠിച്ച് നല്ലപോലെ ഡെവലപ്പ് ആവാൻ തുടങ്ങുന്ന ഒരു കുട്ടി വീണ്ടും ജോലി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ കലാം എന്ന് പറയുന്ന വ്യക്തി തൻ്റെ പേര് ചോട്ടു എന്നായിരുന്നു. ആ ചോട്ടു എന്ന പേരിനെ മാറ്റിയിട്ട് കലാം എന്ന് സ്വയം വിളിക്കാൻ തുടങ്ങുകയും അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പോയിൻ്റ് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഇതിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ നോട്ട്സുകളിൽ പറയുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അതിൽ മിഹിറിൻ്റെയും മോർപാലിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ റൺവിജയ് കലാം ഇവരുടെയൊക്കെ സവിശേഷതകൾ നിങ്ങൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ അതിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോട്ട്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ വരികയാണെങ്കിൽ ഒന്നുകൂടെ പറയാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എക്സാം അടുത്തു, മാക്സിമം ഒരുപാട് നോട്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിലെങ്ങനെയാണ് സിമ്പിളായിട്ട് പഠിക്കേണ്ടത്, എങ്ങനെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത്
കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.